കുറച്ച് ദിവസം മുൻപ് വിദേശത്ത് താമസിച്ചിരുന്ന ഒരു സഹോദരി മൗണ്ട് അബുവിൽ വന്നിരുന്നു. ഞാൻ അവരുമായി 2 മിനിറ്റ് സംസാരിച്ചു. അവർ തൻ്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്തു. അത് കേട്ടപ്പോൾ ജ്ഞാനത്തിൽ എത്ര പവറാണ് ഉള്ളത് എന്നാണ് എനിക്ക് ശരിക്ക് തോന്നിയത്. അവർ പറഞ്ഞു, ഞാനൊരു ദിവസം വെറുതെ TV പ്രോഗ്രാം കാണുകയായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസം ആദ്യമായി കണ്ട ആ എപ്പിസോഡിൽ പ്രോഗ്രാമിൻ്റെ ടോപ്പിക്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ മരണം സംഭവിക്കുകയും ആ ആത്മാവ് മുന്നോട്ടുള്ള യാത്ര തുടരുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ഏത് രീതിയിലാണ് ഓർമ്മ വയ്ക്കേണ്ടത് എന്നതായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. കാരണം നമുക്കവരെ ഓർമ്മ വരും, എപ്പോഴും ഓർമ്മ വരും. എന്നാൽ താങ്കൾ കരഞ്ഞുകൊണ്ടാണ് അവരെ ഓർമ്മിക്കുന്നതെങ്കിൽ, ദുഃഖിച്ചുകൊണ്ട് ഓർമ്മിക്കുകയാണെങ്കിൽ, നിങ്ങൾ പോയല്ലോ, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, എന്നെ വിട്ടുപോകാൻ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള ചിന്തകളും വൈബ്രേഷൻസും എവിടെയാണ് എത്തിച്ചേരുക? ഈ വൈബ്രേഷൻസ് എവിടെയാണ് എത്തിച്ചേരുന്നത്? ഏതെങ്കിലും ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ആ ആത്മാവിലേക്കാണ് ഈ വൈബ്രേഷൻസ് എത്തിച്ചേരുന്നത്. ആ കുട്ടിയിലേക്ക് ഈ ചിന്തകളെല്ലാം എത്തുന്നു. അതോടെ ഗർഭത്തിൽ ഇരിക്കുന്ന ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുക? ആ കുട്ടി വളരെയധികം വിഷമിക്കാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും തുടങ്ങും. അമ്മയ്ക്കും ഈ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. ഗർഭത്തിൽ ആ ആത്മാവിന് ആവശ്യമുള്ള ശരീരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ അവർക്ക് വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഈ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരി ഈ ഫസ്റ്റ് എപ്പിസോഡാണ് കണ്ടത്. അവർക്കത് വളരെ ഇഷ്ടമായി. അങ്ങനെ ദിവസവും കാണാൻ തുടങ്ങി. 4 ദിവസം കണ്ടു. 20 മിനിറ്റ് വീതം 4 ദിവസങ്ങൾ കണ്ടു. 5-ാമത്തെ ദിവസം അവരുടെ 21 വയസ്സുള്ള മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അവർ പറഞ്ഞു, അന്ന് എനിക്ക് ഫോൺ വന്നു, എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ആദ്യത്തെ ചിന്ത, ഫസ്റ്റ് തോട്ട് ഇതായിരുന്നു: ഞാൻ എന്നെയോ എൻ്റെ കുടുംബാംഗങ്ങളെയോ എൻ്റെ മകന് വേദന നൽകാൻ സമ്മതിക്കില്ല. I will not allow anyone to send vibrations of pain to my child. ഞാൻ കരയുകയുമില്ല, എൻ്റെ വീട്ടിൽ ആരെയും കരയാൻ അനുവദിക്കുകയുമില്ല. അവനെ സ്നേഹത്തോടെ മാത്രം ഓർമ്മിക്കും. പരമാത്മാവുമായി കണക്റ്റഡ് ആക്കിയിട്ട് ശാന്തിയും ശക്തിയും ആ ആത്മാവിന് നൽകും. കരഞ്ഞുകൊണ്ട് ആരും തൻ്റെ മകനെ ഓർമ്മിക്കരുത്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ചിന്ത. വിവരം അറിഞ്ഞ ഉടനെ അവർക്ക് വന്ന ആദ്യത്തെ ചിന്ത തന്നെ ഇതായിരുന്നു. പിന്നെ ആ സഹോദരി അവിടുത്തെ സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്തു. സെൻറ്ററിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നു. സിസ്റ്റേഴ്സിനോട് 7 ദിവസം അവരുടെ വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. മെഡിറ്റേഷൻ ചെയ്ത് ആ വീടിൻ്റെ അന്തരീക്ഷം ചേഞ്ച് ആവണം. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് വന്നാലും ശാന്തവും ഏകാഗ്രവുമായി മാറണം. ആരും കരയാനും പാടില്ല. അതായിരുന്നു അവർ സിസ്റ്റേഴ്സിനോട് അഭ്യർത്ഥിച്ചത്. ആൻഡ് ഷി ഡിഡ് ഇറ്റ്. ഒരമ്മയ്ക്ക് തൻ്റെ മകനെ ഓർമ്മിക്കാതിരിക്കുക എന്നത് അസാധ്യമാണ്, മിസ് ചെയ്യാതിരിക്കില്ല. എന്നാൽ വേദനയോടെ ഓർമ്മിക്കുന്നതും ശാന്തിയും ശക്തിയും നൽകി സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. തിങ്ക് റൈറ്റ് നോ മാറ്റർ വാട്ട്. എന്ത് സംഭവിച്ചാലും ഞാൻ ശരിയായ രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇതിനെയാണ്. നോ മാറ്റർ വാട്ട്. ഇത്രയധികം ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം മുന്നിൽ വന്നാലും ഇങ്ങനെ ശരിയായി ചിന്തിക്കാനുള്ള പവർ നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നറിഞ്ഞാൽ നാച്ചുറലായി നമ്മൾ വിഷമിക്കുമെന്നാണ് ലോകത്ത് എല്ലാവരും പറയുക. നാച്ചുറലിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ വ്യത്യാസമായിട്ടാണ് കാണുന്നത്. എന്നാൽ ജ്ഞാനം മനസ്സിലായി. നമ്മൾ കരയുന്നത് കൊണ്ടോ അതും ഇതും മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടോ
ആ ആത്മാവിന് വേദനയാണ് ലഭിക്കുന്നത്, ദുഃഖമാണ് കിട്ടുന്നത്. മുന്നോട്ട് പോകുന്നയാളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ആത്മാവിന് സെറ്റാവാൻ കഴിയുന്നില്ല. ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നത് വളരെ ഈസിയായി മാറുന്നു, വളരെയധികം ഈസിയായി മാറുന്നു. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ചിന്തകൾ ആ സംഭവത്തെ ആശ്രയിച്ചല്ല ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തെ സ്വന്തം കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ അവനവനെയും സ്വന്തം പരിതസ്ഥിതിയെയും കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ഇക്വേഷനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. സംഭവം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്നൊരിക്കലും പറയരുത്. അറിയാതെയോ സ്വപ്നത്തിലോ പോലും ഇങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലുണ്ടാകുന്ന ചിന്തകളൊക്കെ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? മനസ്സിൽ നടക്കുന്ന ചിന്തകൾ പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചല്ല ഉള്ളത്. ഇത് സത്യമല്ല. ദാറ്റ്സ് നോട്ട് ദി ട്രൂത്ത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആദ്യമേ തന്നെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് മനസ്സ് ഒരിക്കലും സന്തോഷമായി ഇരിക്കുന്നില്ല. കാരണം സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സ് ചിലപ്പോൾ സന്തോഷമായും ചിലപ്പോൾ ദേഷ്യപ്പെട്ടും ഇരിക്കുന്നു, ചിലപ്പോൾ പിണങ്ങിയിരിക്കും, ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. ചിന്തകൾ കൊണ്ട് ഭയപ്പെട്ടുകൊണ്ടും കമ്പാരിസൺ ചെയ്തുകൊണ്ടും അസൂയപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. കാരണം നമ്മുടെ മനസ്സ് അവരിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. ആരോഗ്യം എപ്പോഴും പെർഫെക്റ്റ് അല്ല, ബന്ധങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് അല്ല, ജോലി എപ്പോഴും പെർഫെക്റ്റ് അല്ല. ഇതൊന്നും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിന്തകളും പെർഫെക്റ്റ് ആയിരുന്നില്ല. ചിന്തകൾ പെർഫെക്റ്റ് ആവാതിരുന്നതുകൊണ്ട് പുറമേയുള്ള കാര്യങ്ങളും കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മാറാൻ തുടങ്ങി.